അയ്യോ, എന്റെ കണ്ണ് വെട്ടിച്ച് പെരിച്ചാഴികളെ പോലെ എപ്പോഴാണ് ഇതിനകത്ത് കയറിയത്? ഇപ്പൊ ഞാൻ അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ. എന്താടി ആ ശിവൻ പറഞ്ഞുവിട്ട കാര്യങ്ങൾ എഴുന്നള്ളിച്ചത് വന്നതല്ലേ? അല്ല ആന്റി, എനിക്ക് പുസ്തകം കൊടുക്കാൻ. പുസ്തകം ഒന്നും ഇവിടെ ആർക്കും വേണ്ട. നോക്ക്, പെൺകുട്ടികൾ പ്രായമായി കഴിഞ്ഞാൽ ഈ ആട്ടവും പാട്ടവും എല്ലാം അങ്ങ് നിർത്തിയേക്കണം. ഞങ്ങൾ ഗംഗമോളുടെ പഠിത്തം പോലും നിർത്തിയിരിക്കാം. അഥവാ ഇനി അവൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ മാഷുമാരെ വീട്ടിൽ വിളിച്ച് പഠിപ്പിച്ചോളാം. പോരെ, ഇറങ്ങടി. ഇനി പഠിത്തം, പുസ്തകം, മണ്ണാങ്കട്ട എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെയോ ആ ശിവനെയോ ഈ പരിസരത്തെങ്ങാനും കണ്ടാലുണ്ടല്ലോ, ഇതാ അങ്ങോട്ട് നോക്ക്. ആ കത്തുന്ന വിറകിന് പകരം ഈ കൊയ്യും കോലും തള്ളി ഒടിച്ച് ഞാൻ അടുപ്പിൽ വെക്കും. ഇറങ്ങടി. പിള്ളേരെ വഴുതെങ്കിൽ ഞാൻ ഇറങ്ങിയിരിക്കുന്നു. ഹലോ ശിവ. ഗംഗേ. ശിവ, എനിക്ക് നിന്നെ കാണുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിലേക്കൊന്ന് വരാവോ? ഇപ്പോഴോ? നിന്നോട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇനി എന്നെ പഠിക്കാൻ വിടുന്നില്ലെന്ന്. ഇവിടെ എല്ലാവരും നല്ല ഉറക്കത്തില. നീ ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ഈ രാത്രിയിൽ വരാനോ? പ്ലീസ് പ്ലീസ് ശിവ. ശരി, വരാം. ശിവ, എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. നിന്നെ ഒന്ന് കണ്ടിട്ട് ഇന്ന് ഒരാഴ്ച കഴിയുന്നു. നമ്മൾ പഴയ പോലെ കണ്ടുകൂടാന്ന് നിന്റെ വീട്ടിൽ എല്ലാവരും പറഞ്ഞതായിട്ട് എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞു. അങ്ങനെയാണ് കീഴ്വഴക്ക് വന്നത്. എന്റെ കീഴ്വഴക്കുമോ എന്തോ? എന്നെ വീട്ടിൽ നിന്നാണെങ്കിൽ പുറത്തിറങ്ങാൻ പോലും സമ്മതിക്കുന്നില്ല. നിന്നെ കാണാതിരിക്കുമ്പോ എനിക്ക് കരയാനാ തോന്നുന്നത് ശിവ. നിന്നെ കാണാതിരിക്കും എനിക്ക് പറ്റുന്നേ ഇല്ല. എനിക്കും അതിന് പറ്റുന്നില്ല. പക്ഷെ എന്ത് ചെയ്യാനാ? ഒരു കാര്യം ചെയ്യും, ഈ ഓടക്കോട് നിന്റെ കയ്യിൽ വെച്ചോ. ഇത് കാണുമ്പോഴെല്ലാം എന്റെ സംസാരവും പാട്ടും ഒക്കെ ഓർമ്മ വന്ന് എന്നെ കാണുന്ന പോലെ തോന്നിക്കോളൂ. അങ്ങനെ തോന്നിയാൽ മാത്രം പോരാ, അപ്പോഴൊക്കെ നീ എന്നെ വന്ന് കാണുകയും ചെയ്യണം. ശരി, ഇടയ്ക്കിടയ്ക്ക് ആരും അറിയാതെ ഞാൻ വന്ന് കണ്ടിട്ട് പോയിക്കോളൂ. ഇപ്പൊ ഞാൻ പോട്ടെ. എങ്ങനെ അന്ന് കണ്ടില്ലേ, നല്ല മഞ്ഞുണ്ടല്ലോ. ഇത്രയും ദൂരം ഈ തണുപ്പത്ത് എങ്ങനെയാ പോകുന്നത്? ഒരു കാര്യം ചെയ്യ്, സ്വെറ്റർ ഇട്ടോ. കണ്ടില്ലേടാ, ഇവൻ പെണ്ണിനെ പിടിച്ചോണ്ട് പോവാൻ നോക്കിയത്. ദൈവമേ, പ്രായപൂർത്തിയായി പെണ്ണിനെ അർദ്ധരാത്രിയിൽ വന്ന് തട്ടിക്കൊണ്ട് പോവാൻ നോക്കുന്നോടാ. അങ്ങനെയൊന്നുമല്ല. എന്താ ഉണ്ടായെന്ന്? പാതിരാത്രിയിൽ വന്ന് പെണ്ണിന്റെ കൈയിൽ കയറി പിടിച്ചിട്ട് ഒന്നുമില്ലെന്ന് പറയുന്നോടാ. എന്റെ ചേച്ചി എന്തെല്ലാം പറഞ്ഞിട്ടും കേൾക്കായിരുന്നു എന്നോട്. നീ ഇതാണോടാ ചെയ്തത്? അകത്ത് തല്ലി കൊല്ലണവനെ. നരേന്ദ്ര, നിന്റെ മോനെ നീലകണ്ഠന്റെ വീട്ടിലിട്ട് തല്ലിക്കൊന്നു.
ഇനി അടിക്കരുത്. ചെറിയ കുട്ടിയല്ലേ ഇവൻ. അറിയാതെ തെറ്റ് ചെയ്തു പോയെങ്കിൽ ദയവേത് ക്ഷമിക്കണം സാർ. എന്തോന്നാണ് ഞാൻ ക്ഷമിക്കേണ്ടത്? എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ മോളെ വിളിച്ചിറക്കി കൊണ്ടുപോകാൻ നോക്കി ഇവനെ. എന്താണ് തുറച്ചു നോക്കുന്നത്? എന്റെ മോന്റെ നേരെ ഇനി ആ കൈ പൊങ്ങിയാലുണ്ടല്ലോ. അയ്യോ കഴിഞ്ഞു. അയ്യോ എല്ലാം കഴിഞ്ഞു. നമ്മുടെ അഭിമാനം മുഴുവനും പോയില്ലേ? ആ ചെറുക്കനാണെങ്കിൽ അർദ്ധരാത്രിയിൽ നിന്റെ മോളെ പിടിക്കാൻ കയറി വന്നു. ഇവിടുത്തെ എച്ചിൽ നിന്ന് ജീവിച്ച അവന്റെ തന്തയാണെങ്കിൽ നിന്നെ തലം കൈ ഓങ്ങുകയും ചെയ്തു. ഇനി നോക്കി നിന്നിട്ട് കാര്യമില്ല. ആ തന്തയും മോനെ ജീവനോടെ വച്ചേക്കരുത്. എന്താണ് നീ പറഞ്ഞത്? സത്യമാണ്, ഞാൻ നേരിട്ട് കണ്ടതാ. എന്തൊരു ഗുഡ് ന്യൂസ് ആണ് നീ പറഞ്ഞത്. അപ്പോൾ നരേന്ദ്രനും നീലകണ്ഠനും തമ്മിൽ തെറ്റിയല്ലേ? വെരി ഗുഡ്. ശിവ, എന്താ ഇനി എപ്പോഴെങ്കിലും നീ ആ വീട്ടിൽ പോകുമോ? ഞാൻ പോവില്ല. ഗംഗോത്രിയെ കാണാൻ തോന്നിയാലും പോവില്ല? പോവില്ല. അച്ഛൻ അയാൾക്ക് വേണ്ടി ചെയ്തു നോക്കാൻ മറന്നിട്ട് അച്ഛന്റെ നെഞ്ചിലാണ് ചവിട്ടിയില്ല. അത് ഞാൻ എങ്ങനെ അച്ഛൻ മറക്കുന്നത്? ഞാൻ പോവില്ല. ഇനി ഒരിക്കലും ഞാൻ ആ വീട്ടിൽ പോവില്ല. വിഷമിക്കാതെ. മനസ്സിനൊരു സമാധാനമില്ല. വാങ്ങിച്ചോണ്ട് വരാമോ? അച്ഛന് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. എവിടെ പോവാൻ പറഞ്ഞാലും പോവാം. അതെ, നിങ്ങൾ നരേന്ദ്രനോട് അങ്ങനെ ചെയ്തതിൽ എനിക്കെന്തോ വല്ലാത്തൊരു വിഷമം പോലെ. നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ഭാര്യയുടെ ജീവൻ തന്നവനല്ലേ? ശരിയാ. ആ നരേന്ദ്രനോട് ഞാൻ വിളിക്കുന്നു പറ. ശരി സാർ. ചെല. എന്താ ഇത്? നിനക്ക് ഈ ജീവിതത്തിൽ ഒരിക്കലും ഊഹിക്കാൻ കഴിയാത്തത്ര. എന്തിനാ ഇത് കൊണ്ടുവന്നത്? എന്റെ കൂട്ടത്തിൽ ചേരാനോ എന്നും എന്നോടൊപ്പം നിൽക്കാനോ വേണ്ടിയൊന്നുമല്ല. 20 വർഷമായി ഒരു നിഴൽ പോലെ നീ നീലകണ്ഠന്റെ കൂടെ നിന്ന് അവനെ കാത്തു സൂക്ഷിച്ചില്ലേ? എന്നിട്ടിപ്പോ എന്തായി? നേരം പുലരും മുമ്പ് ആ നീലകണ്ഠൻ എന്നേക്കുമായി ഇല്ലാതാവണം. സാർ, നരേന്ദ്രനും ബാപ്പുവും ഒന്നായി സാർ. സാറിനെ കൊല്ലാൻ അവർ പ്ലാൻ ചെയ്യുകയാണ്. അവനും അവന്റെ ബാപ്പുവും ഈ ഒരു 5 മിനിറ്റിനകം ആ വീടിനുള്ളിൽ കിടന്ന് വെന്ത് വെണ്ണീറായി പോണം. അതിന് നീ എതിര് നിൽക്കരുത്. അതിനായി പണം പോരെങ്കിൽ പറഞ്ഞോ, ഇനിയും എത്തിക്കാം. മിസ്റ്റർ ബാപ്പു, ഓരോ മനുഷ്യർക്കും ഒരച്ഛനും ഒരമ്മയും മാത്രമേ ഉണ്ടാകാറുള്ളൂ. ഒരാളെ വിശ്വസ്തനായും ഉണ്ടാകാറുള്ളൂ. വിശ്വസ്തരെന്ന് നടിക്കുന്നവർ ഏറെ ഉണ്ടാകും. അദ്ദേഹത്തിന് എന്നോടുള്ള വിശ്വാസം പോയിരിക്കാം. എന്നാൽ എനിക്ക് അദ്ദേഹത്തോടുള്ള വിശ്വസ്തതയുണ്ടല്ലോ. എന്റെ കഴുത്തിന് ജീവനുള്ളിടത്തോളം അത് പോവില്ല. ഇതെന്റെ ഭാര്യ ദേവാലയം പോലെ പവിത്രമായി സൂക്ഷിച്ചിരുന്ന കലാക്ഷേത്രമായിരുന്നുകൊണ്ട് ഞാൻ നിങ്ങളെ വെറുതെ വിടുന്നു. ഇത് പറഞ്ഞത് വേറൊരിടത്ത് വെച്ചായിരുന്നെങ്കിൽ നിങ്ങൾ ആരും ഇവിടുന്ന് ഇപ്പൊ ജീവനോടെ പോവില്ലായിരുന്നു.
എന്തൊരു ദ്രോഹമായി ചെയ്തേ. മൂർഖം പാമ്പിന് പാലും പഴവും കൊടുത്തതുപോലെയായി. പാവം ആ ടീച്ചർ നീലകണ്ഠനെ രക്ഷിക്കാൻ വേണ്ടിയാ ജീവൻ കളഞ്ഞത്. അവസാനം ആ നീലകണ്ഠൻ തന്നെ നരേന്ദ്രന്റെ ജീവനെടുത്തു. ശിവനാണെങ്കിൽ ആ നീലകണ്ഠന്റെ മോളെ ചെറുപ്പം മുതലേ കണ്ണിലെ കൃഷ്ണമണി പോലെയാ നോക്കിയിരുന്നേ. അതെ അതെ, ഈ കുടുംബം മുഴുവൻ അവരെ ഇങ്ങനെ സേവിച്ചതിനെ അവര് കൊടുത്ത കൂലിയാ പാവം ശിവനെ ഇങ്ങനെ അനാഥനാക്കിയത്. ഇവനിനി എങ്ങനെ ജീവിക്കുമോ എന്തോ. എടോ കള്ള നീലകണ്ഠൻ നായരെ, പുറത്തേക്ക് വേണോ? ആരാടാ അത്? ഈ നാട് മുഴുവൻ പേടിക്കുന്ന എന്റെ അനിയനെ പേരെടുത്ത് വിളിക്കാൻ ധൈര്യമുള്ളവൻ ഞാൻ തന്നെയാ. ദൈവമേ, എടാ അലവലാതി ചെറുക്ക, നിന്റെ തന്ത ചത്ത വിഷമം തീർക്കാൻ കുടിച്ചിട്ട് വന്ന് ബഹളം വെക്കാൻ നോക്കുന്നോടാ. അതേടി, എന്റെ ചെറുപ്പം മുതലേ ഈ നീലകണ്ഠനാണ് ദൈവം, അയാളുടെ വാക്കാണ് വേദം, ഈ വീടാണ് ദേവാലയം എന്നൊക്കെ എന്റെ അച്ഛൻ പറഞ്ഞ് പഠിപ്പിച്ച് വെറും അബദ്ധങ്ങളായിരുന്നു. ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. എന്താടാ കിടന്ന് ചിലക്കുന്നത്? എടോ, തന്റെ മോളുടെ കരച്ചിൽ മാറ്റാൻ വേണ്ടി പാട്ട് പാടാൻ പറഞ്ഞത് താനാ, അവളെ സന്തോഷിപ്പിക്കാൻ പറഞ്ഞത് താനാ, അവളോടൊപ്പം കൂട്ടുകൂടാൻ പറഞ്ഞത് താനാ, അവളെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കാൻ പറഞ്ഞത് താൻ തന്നെയാ. അവസാനം തന്നെ ചേച്ചിയുടെ പരദൂഷണം കേട്ട് ഞങ്ങളുടെ സ്നേഹത്തെ തെറ്റായ രീതി വ്യാഖ്യാനിച്ച് ഞങ്ങളെ തമ്മിൽ വേർപെടുത്താൻ നോക്കിയിട്ടാ പരമ ചെറ്റ്. എന്താടാ ഭ്രാന്ത് പിടിച്ചവനെ പോലെ കിടന്ന് പുലമ്പുന്നത്? ഭ്രാന്തല്ലടാ, ഉണ്ടായ സത്യങ്ങളാ ഞാനിവിടെ പറയുന്നത്. എടോ, ഇത്രനാളും ഗംഗോത്രി എന്റെ ഈ കൈകളിലിട്ടാ ഞാൻ വളർത്തി വലുതാക്കിയത്. ഞങ്ങൾക്ക് ഇതുവരെ ഒരു തെറ്റായ ചിന്ത പോലും ഉണ്ടായിട്ടില്ല. എന്നാൽ ഞങ്ങളെ തമ്മിൽ വേർപെടുത്തി ഞങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാക്കിയ താനും തന്റെ ചേച്ചിയും കൂടിയാ. അതുകൊണ്ട് ഈ നിമിഷം മുതൽ ഞാൻ ഗംഗോത്രിയെ പ്രേമിക്കാൻ തുടങ്ങുക. ഐ ലവ് യു ഗംഗോത്രി, ഐ ലവ് യു ഗംഗോത്രി, ലവ് യു ഗംഗോത്രി. താൻ ദിവസങ്ങൾ എണ്ണിയിരുന്നോ? 365 ദിവസങ്ങൾക്കുള്ളില് തന്റെ ഗംഗോത്രിയെ ഞാൻ തന്നെ തല്ലതാക്കും. എവിടെ തല്ലിക്കൊല്ലണവനെ. എന്താടാ നീ എന്നെ മൂക്കി കയറ്റിക്കളയോ? എന്റെ ഒരു രോമത്തെ പോലും തൊഴില നീ. അയ്യോ, എന്റെ അമ്മോ, രക്തം.